ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ചാനലിൽ മെയിനായിട്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഷോർട്സിൽ വന്നിട്ട് കുറച്ച് പേര് കമൻറ്റ് ഇടുന്നുണ്ട് ഡെയിലി മൈ ലൈഫ് ചെയ്യുമെന്ന്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ ഡെയിലി മൈ ലൈഫ് വീഡിയോ ആവാന്ന്. ഇന്ന് എൻ്റെ വാപ്പയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഗൈസ്. അതിന് 12:30 ആയപ്പോൾ എണീച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കിൻ്റെ ഡെക്കറേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിൽ 2:30 ആയിട്ടുണ്ടായിരുന്നു, വെളുപ്പിന് 2:30. അങ്ങനെ എണീക്കാനും വൈകിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ എനിക്ക് എണീച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ശീലമുണ്ട്. അങ്ങനെ ആ ശീലമൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ പല്ലേക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇതിലും ലേറ്റ് ആവും കേട്ടോ ഗൈസ് പല്ലേക്കാനായിട്ട്. ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ പല്ലേക്കാമെന്ന്. അങ്ങനെ പല്ലൊക്കെ തേച്ച് നേരെ ഞാൻ ഡെയിലി ഒരു ഡ്രിങ്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ അതും എടുത്തു. ഇതൊരു കുട്ടി ചലഞ്ചാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഗൈസ്. പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു 3 സിപ്പപ്പാണ് കേട്ടോ ഗൈസ്. ഫ്രിഡ്ജിൽ സിപ്പപ്പ് ഇരിക്കുന്ന കണ്ടു. അങ്ങനെ പിന്നെ 3 അത് കഴിച്ചു കേട്ടോ ഗൈസ്. പിന്നെ വീണ്ടും ഒന്ന് ഫ്രിഡ്ജ് തപ്പിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ചോക്കോ ചിപ്സ് കിട്ടിയിട്ടോ ഗൈസ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉമ്മ കേക്കിലിടാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചേക്കണതാണ്. അതിൽ നിന്ന് കുറച്ച് അടിച്ച് മാറ്റി തിന്നു. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് 65 പൊരിക്കാനുണ്ടായിരുന്നു. ഇത് ഇന്നലെ പൊരിച്ചതിൻ്റെ ബാക്കിയാണ്. അങ്ങനെ അതൊക്കെ വേഗം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ 1ാമത്തെ ട്രിപ്പ് പൊരിച്ചു, നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ അത് വീണ്ടും തിരിച്ചിട്ടു. പിന്നെ 2ാമത്തെ ട്രിപ്പ് പൊരിച്ചു. അങ്ങനെ പൊരിച്ച് നമ്മൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇന്ന് വാപ്പാടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ കേക്ക് ഡെക്കറേഷനൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കേക്ക് ഫിനിഷ് ചെയ്യുന്ന വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എല്ലാവരും ചെന്ന് കാണാം കേട്ടോ ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ കേക്ക് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഗൈസ്. അങ്ങനെ അതിന് വേണ്ടിയുള്ള ഫോണ്ടൻ വർക്കൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ചിക്കൻ പൊരിച്ചതും ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോണ്ടൻ വർക്ക്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ചിക്കൻ പൊരിച്ചതും അതേപോലെ തന്നെ പത്തിരിയും കടലൊലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കൂട്ടി ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു. ചിക്കൻ പൊരിച്ചത് നല്ല ക്രിസ്പി ചിക്കൻ പൊരിച്ചതായിരുന്നു. അങ്ങനെ ഫുഡ് ഏകദേശം 3:30 ആയപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇതുപോലെ നുറുക്കിയെടുക്കാനുണ്ടായിരുന്നു. കാഷ്യൂനട്ടും അതുപോലെ തന്നെ ആൽമണ്ടൊക്കെ കുറച്ച് ഇതുപോലെ നുറുക്കിയെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് സമയം പിടിച്ച് തന്നെ നുറുക്കിയെടുത്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഇതുവരെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ ആണെങ്കിൽ കേക്കിൽ വേണ്ട വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ ക്രീം ബീറ്റ് ചെയ്യുന്നത്. എന്നെക്കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ബീറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ക്രീം നല്ല സ്റ്റിഫായി നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ഉമ്മയാണെങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് ക്രീം കോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അനിയനാണെങ്കിൽ മദ്രസയിൽ പോയേക്കാണ്, വാപ്പ കടയിൽ, ഉമ്മ ആണെങ്കിൽ ജോലിക്ക് പോയേക്കാണ് കേട്ടോ ഗൈസ്. അങ്ങനെ കേക്കൊക്കെ ഡെക്കറേഷൻ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ വേഗം പോയി കുളിച്ച് റെഡിയായി നമ്മൾ പുറത്തേക്ക് പോകുകയാണ്. ഇപ്പോൾ 7 മണിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഈ ഒരു ഹിജാബും അതേപോലെ തന്നെ പർദ്ദയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറച്ച് പരിപാടിക്കായിട്ട് പുറത്തേക്ക് പോകാനുണ്ട്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ സ്വർണ്ണക്കടയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇടപ്പള്ളിയിലെ മൗസിയിലേക്കാണ്. അവിടെ ബർത്ത്ഡേ ആയിട്ടൊരു ഓഫർ ഉണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ടാണ് ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ ഗൈസ്. ബർത്ത്ഡേക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫറാണ്. അവരുടെ കൂടെ വന്നവർക്കും ഓഫർ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ബർത്ത്ഡേ ഇന്ന് വാപ്പാടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വാപ്പാക്ക് ഒരു ഫ്രീ ആയിട്ട് അവിൽ മിൽക്ക് വാപ്പാക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞാനും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായില്ല. അങ്ങനെ അവസാനം നമുക്ക് ആ ഒരു ഓഫർ കിട്ടിയിട്ടോ ഗൈസ്. അങ്ങനെ വാപ്പാക്ക് ഫ്രീ ആയിട്ട് അവിൽ മിൽക്ക് വാപ്പയൊക്കെ സെലക്ട് ചെയ്ത് 0 ആയിരുന്നു റുപ്പീസ് വന്നിട്ട്. കൂടെ വന്നവർക്കാണെങ്കിൽ അവരുടെ ഏജിനുള്ള ഓഫർ കിട്ടും, പെർസെൻറ്റേജ് ഓഫർ കിട്ടും. വാപ്പാക്ക് ഇപ്പോൾ 46 വയസ്സായിട്ടുണ്ട്. അപ്പം 46% ഓഫാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടെ വന്നവർക്ക് വാപ്പാക്ക് 0 ആണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടെൻഡർ കോക്കനട്ട് അവിൽ മിൽക്കായിരുന്നു, അടിപൊളിയായിരുന്നു. വാപ്പയാണെങ്കിൽ നട്ട്സിൻ്റെ അവിൽ മിൽക്കായിരുന്നു. എന്തായാലും കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ചെന്ന് മൗസി തന്നെ ചെന്ന് അവിൽ മിൽക്ക് കുടിക്കണം. അടിപൊളി ടേസ്റ്റാണ്. വേറെ എവിടെ നിന്ന് കഴിച്ചാലും ഇത്ര ടേസ്റ്റ്
ടേസ്റ്റ് കിട്ടൂല, വായൊക്കെ നല്ല വേദന ആയിരിക്കും ചവച്ച്. ഇത് അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കസിൻ ബ്രദറുടെ കടയിലേക്കാണ്. അങ്ങനെ അവിടെ നിന്നൊന്നും നോക്കിയാൽ നമ്മൾ അൽഫാമ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ വാപ്പാടെ ബർത്ത്ഡേയുടെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഗൈസ് അൽഫാം. ഞങ്ങൾക്ക് പിന്നെ അൽഫാമാണ് കൂടുതലായിട്ട് ഇഷ്ടം. അങ്ങനെ അൽഫാമൊക്കെ നല്ല അടിപൊളി അൽഫാമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കേക്കൊന്നും ഇതുവരെ മുറിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കേക്കിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള കേക്കായിരുന്നു. കേക്കൊക്കെ മുറിച്ച് ബാത്റൂമൊക്കെ കഴുകി സമയം വന്നപ്പോഴാണെങ്കിൽ 11:30 ആയിട്ടുണ്ടായിരുന്നു. ഒരു 11:40 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കിടക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി മൈ ലൈഫ് ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.